എല്ലാവരും അല്ലേ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയില്ലേ? ഷിഫാനൊക്കെ എന്ന് പറയട്ടെ, ചിരിക്കണം. പിന്നെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയവരൊക്കെ ഒന്ന് കൈ പൊക്കിയേ. ഫാത്തിമ ഫർഹ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ടില്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക്, ഇനിയിപ്പോ സ്കൂൾ തുറന്നിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് കിട്ടുള്ളൂ. ഓഫീസ് അടവാണ്. ഏതുവരെ നമ്മൾ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ ഓണത്തിന്റെ പാടായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ആഘോഷിക്കുന്ന, ഇപ്പൊ ഇനി ആഘോഷിക്കാൻ പോണത് ഏത് ഫെസ്റ്റിവലാണ്? ഇപ്പൊ ആഘോഷിക്കാൻ പോണ ഫെസ്റ്റിവൽ ഏതാണ്? ഇനി ആഘോഷിക്കാൻ പോണത് അറിയോ ആർക്കെങ്കിലും? ക്രിസ്തുമസ്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ പറയുന്നുണ്ട് കേട്ടാ ക്രിസ്തുമസ്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പഠിക്കുന്നത് ഓണത്തെ പറ്റിയാണ് അല്ലേ? ഇപ്പൊ പഠിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഓണത്തെ പറ്റി. അപ്പോ നമ്മുടെ അനഘയും ഉനൈസും സ്കൂളിലെ ഓണാഘോഷത്തിന് എന്തെടുക്കാൻ പോയതാണ് നമ്മൾ പഠിച്ചത്? പൂ പൊട്ടിക്കാൻ പോയിട്ട് പൂക്കളിടാൻ തുടങ്ങിയതല്ലേ നമ്മൾ പഠിച്ചത്? പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പൂക്കൾ ശേഖരിക്കാൻ പോയി. അപ്പൊ ആരാണ് കളം വരയ്ക്കാൻ പറഞ്ഞത്? കളം വരയ്ക്കാം എന്ന് ആരാ പറഞ്ഞത്? പേജ് നമ്പർ 74 ആണ് എടുക്കേണ്ടത്. 74, പേജ് നമ്പർ 74. പേജ് നമ്പർ 74 ആണ് എടുക്കേണ്ടത്. അതിലൊരു പൂക്കളത്തിന്റെ ചിത്രം കൊടുത്തിട്ടില്ലേ? എല്ലാവരും കാണുന്നില്ലേ പൂക്കളത്തിന്റെ ചിത്രം? അത് വരച്ച് നിറം കൊടുത്ത് നിങ്ങളോട് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ചെയ്തോ? ചെയ്യാത്തവരിനി ചെയ്യണം കേട്ടാ. വരച്ച് നിറം കൊടുത്ത് അയക്കേണ്ടവര് ഒന്നും ചെയ്യണം കേട്ടാ. അടുത്തത് എന്താണ്? അടുത്ത പേജ് എന്താണ്? പൂക്കളത്തെ പറ്റിയുള്ള പാട്ടാണ്. എന്താണ്? പൂക്കളത്തെ പറ്റിയുള്ള പാട്ടാണ് കേട്ടാ. എല്ലാവരും കാണുന്നില്ലേ? ബുക്ക് എല്ലാവരുടെ കയ്യിലില്ലേ? ഓക്കെ, മിസ് പാടിത്തരാം, എല്ലാവരും പാടണം കേട്ടാ. നിറമുള്ള പൂക്കളം, ചന്തമുള്ള പൂക്കളം, വലിയ പൂക്കളം ഞങ്ങളുടെ പൂക്കളം, ഒരുമയുടെ പൂക്കളം. പൂക്കളത്തെ പറ്റിയിട്ടാണ് പാട്ട്. എന്താണ്? നിറമുള്ള പൂക്കളം, ചന്തമുള്ള പൂക്കളം, വലിയ പൂക്കളം ഞങ്ങളുടെ പൂക്കളം, ഒരുമയുടെ പൂക്കളം. ഒരുമയുടെ പൂക്കളം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ജാതി മതസ്ഥരും അല്ല, അതായത് പ്രത്യേക ഒരു വിഭാഗത്തിന് മാത്രമല്ല പൂക്കളം ഇടേണ്ടത് അല്ലേ? എല്ലാവർക്കും പൂക്കളം ഇടാം. അതായത് ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും പൂക്കളം ഇടുന്നതിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ഇടാം. അതാണ് ഒരുമ എന്ന് പറയുന്നത്. അതാണ് ഈ പാഠത്തിന്റെ പേര് തന്നെ, ഒരുമയുടെ ആഘോഷം. ഓണം എല്ലാവർക്കും ആഘോഷിക്കാം. കേട്ടോ എല്ലാവരും? ഓക്കെ, 3 തരം ഓണത്തിന് തന്നെ 3 ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ മിസ് ഇവിടെ എഴുതി കാണിച്ചു തരാം കേട്ടാ. ഓണം എന്താ വിളിക്കുക? ഓണം.
വിളിക്കാറുണ്ട് അല്ലേ പൊന്നു എന്നൊക്കെ. അമ്മമാരിന്റെ സ്നേഹം കൂടുതൽ വിളിക്കുന്ന പേരാണ് പൊന്നു. അപ്പൊ നമുക്ക് അതിന്റെ അടിയിൽ എന്താണ് വാക്യം എഴുതാമെന്നുള്ളതുണ്ട്. ഓണം വരവായി. അപ്പൊ ഇവിടെ എന്ത് വേണം? ഓണം വരവായി. അതിന്റെ അപ്പുറത്തുള്ളതൊക്കെ അതുപോലെ. അടുത്ത വരിയിൽ എന്ത് എഴുതണം നിങ്ങള്? തിരുവോണം. ഇത് എഴുതണം. തിരുവോണം വരവായി. പിന്നെ എന്ത് എഴുതണം? പൊന്നോണം വരവായി. ഇപ്പൊ തന്നെ എഴുതിക്കോ. അവിടെ പുസ്തകമുള്ളവരൊക്കെ എഴുതിക്കോ. തിരുവോണം പൊന്നോണം. തിരുവോണം പൊന്നോണം. ബുക്കുള്ളവരൊക്കെ ഇപ്പൊ തന്നെ എഴുതിക്കുക. പെൻസിൽ എടുത്തിട്ട്. പെൻസിലൊക്കെ എടുത്ത് കൈ വെച്ചിട്ടില്ലേ? പെൻസിലൊക്കെ എടുത്തിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടില്ലേ മിസ് എപ്പോഴും? അതിന് പെൻസിൽ എടുത്തിട്ടില്ലേ? എല്ലാവരും നോക്കിയിരുന്നാലാണ് നമുക്ക് മലയാളം ശരിക്കും വായിക്കാൻ കിട്ടുള്ളൂ കേട്ടാ. നിങ്ങൾ അവിടെ ഇവിടെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ മിസ് വായിക്കണത് നിങ്ങൾ വായിക്കണതൊക്കെ വ്യത്യാസമാവും. പിന്നെ വായിക്കാൻ മലയാളം വായിക്കാൻ കിട്ടൂല. അപ്പൊ എന്താ എഴുതേണ്ടത്? ഓണം. അവിടെ ഓണം എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തതുള്ള വരിയിൽ തിരുവോണം. പിന്നത്തെ വരിയിൽ എന്താ എഴുതണം? പൊന്നോണം എന്ന് എഴുതണം. ഓക്കെ. അടുത്തത് ഘോഷയാത്രയെ പറ്റിയിട്ടാണ്. അടുത്തത് എന്താണ്? ഘോഷയാത്രയെ പറ്റിയിട്ടാണ്. അപ്പുറത്തെ പേജ് എടുത്തോ? നെക്സ്റ്റ് പേജ് 76. പേജ് നമ്പർ 76. ഘോഷയാത്ര. ഓണത്തിന് ഉണ്ടാവുന്ന ഒരു പ്രത്യേക ഒരു പരിപാടിയാണ് എന്ത്? ഘോഷയാത്ര. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഘോഷയാത്ര? പ്രത്യേകമായിട്ട് ഒരു സ്ഥലത്ത് അത് ഓണത്തിന്റെ അന്നല്ല, അത്തച്ചമയം എന്ന് പറയാം. അത്തത്തിനാണ്. തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്രയുണ്ട്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഓണത്തിന്റെ ആഘോഷങ്ങൾ എന്ന് തൊട്ടിട്ടാണ് തുടങ്ങുക. എത്ര ദിവസം ഓണം ആഘോഷിക്കും? 10 ദിവസം ഓണം ആഘോഷിക്കും. അത്തം 10-ന് പൊന്നോണം എന്നാണ്. ആദ്യത്തെ ഓണത്തിന്റെ ദിവസം ഏതാണ്? അത്തമാണ്. അത്തത്തിനാണ് നമ്മുടെ കേരളത്തില് നടത്തുന്ന ഒരു പ്രത്യേക ആഘോഷമാണ് അത്തച്ചമയ ഘോഷയാത്ര. അതായത് തൃപ്പൂണിത്തറയിലാണ് അത് നടക്കുന്നത്. ഇനി ആരെങ്കിലും ടിവിയിലൊക്കെ കാണുമ്പോ അത് ശ്രദ്ധിക്കുക കേട്ടാ. അടുത്ത ഓണം വരുമ്പോ അത് വാർത്തയിലൊക്കെ കാണിക്കും. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക. എല്ലാ ഓണത്തിനും ആദ്യത്തെ ദിവസമായ അത്തത്തിന്റെ അന്ന് ഒരു ഘോഷയാത്രയുണ്ട്. ആ ഘോഷയാത്രയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഏത് ഘോഷയാത്രയാണ് മിസ് പറഞ്ഞത്? തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്ര. അതിന്റെ ഒരു നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ ഘോഷയാത്ര. ആ ഘോഷയാത്രയെ പറ്റിയിട്ടല്ല, ഒരു ഘോഷയാത്ര. ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ എന്താ? ആഘോഷമായിട്ട് പലതര പിന്നെ വാദ്യോപകരണങ്ങളും പിന്നെ വേഷം പല വേഷവിധാനങ്ങളിട്ട ആൾക്കാരും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ നടന്ന് ആഘോഷമായിട്ട് മുത്തുകൊടയൊക്കെ പിടിച്ച് ആഘോഷമായിട്ട് പോകുന്നതിനെയാണല്ലേ ഘോഷയാത്ര എന്ന് പറയാ. നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ ഓഗസ്റ്റ് 15 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്നറിയില്ല. നിങ്ങള് LKG UKG ചേർന്നതിന് ശേഷം 2 വർഷമായിട്ട് അത് ഇല്ലാന്ന് തോന്നുന്നു. പ്രളയമൊക്കെ വരുന്നതുകൊണ്ട് ഈ 2 വർഷമായിട്ട് നമുക്ക് ആഗസ്റ്റ് 15-ന് ഘോഷയാത്ര ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആഘോഷയാത്ര ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിൽ. ഓഗസ്റ്റ് 15-ന് കുട്ടികൾ പല വേഷങ്ങൾ ഇട്ടിട്ട്, ഗാന്ധിജിയുടെ വേഷം, കൊടി പിടിച്ചിട്ട് ഭാരതമാതാവിന്റെ വേഷം, പിന്നെ പലതരം വേഷങ്ങൾ ഇട്ടിട്ട് നിങ്ങളുടെ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയും. ഏട്ടന്മാരുണ്ടെങ്കിൽ ഏട്ടന്മാരും ചേച്ചിമാരും സ്കൂൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയുണ്ടാവും, അവര് പങ്കെടുത്തിട്ടുണ്ടാവും. നിങ്ങളിപ്പോ 1-ാം ക്ലാസ് കഴിഞ്ഞ 2
ഓണത്തെ സംബന്ധിച്ചുള്ളത് അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറഞ്ഞു. എല്ലാവരും അത് ഓർമ്മ വെക്കണം കേട്ടോ. ഇനി അടുത്ത വർഷം ഓണം വരുമ്പോ മലയാളം മിസ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഓർമ്മയിൽ വെക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ ശരി, ഓക്കെ പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. ഘോഷയാത്ര, പൂക്കളം തീർത്തു, ഇനി ഘോഷയാത്ര. ചെണ്ടമേളം ഉയർന്നു, രഘുമാവേലിയായി, അസലായി, റിയാസ് പറഞ്ഞു. നഗരം ചുറ്റി ഘോഷയാത്ര, സ്കൂളിൽ തിരിച്ചെത്തി. അപ്പൊ ഇവര് ചെയ്യുന്നത് സ്കൂളിലാണ്, സ്കൂളിലെ ഘോഷയാത്രയാണ്. നമ്മൾ ഓഗസ്റ്റ് 15ന്റെ ഘോഷയാത്ര പോലെ ഇവര് ഓണത്തിന് ഘോഷയാത്ര നടത്താണ്. പൂക്കളം തീർത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇനി ഘോഷയാത്ര. ചെണ്ടമേള, പ്രത്യേകിച്ചുള്ള ഒരു ഘോഷയാത്രയ്ക്ക് നിറം കൂട്ടാനായിട്ട് ഭംഗി വരാനായിട്ട് ചെണ്ടമേള ഉണ്ട്. പിന്നെ മാവേലി ആയിണ്ട്, മാവേലി ആയിണ്ട്. ആരെ മാവേലി ആയോട്ടണേ? രഘു മാവേലി ആയിട്ടുണ്ട് അല്ലേ? അസലായി, റിയാസ് പറഞ്ഞു. റിയാസ് പറഞ്ഞ എന്താണ്? അസലായി എന്നാണ് റിയാസ് പറയുന്നത്. നഗരം ചുറ്റിട്ടാണ് ഘോഷയാത്ര. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? സ്കൂളില് തിരിച്ചെത്തി. ഘോഷയാത്രയിൽ കണ്ട കാഴ്ചകൾ. ഇനി അടുത്ത പേജ് എടുക്കുന്നത് ഘോഷയാത്രയിൽ കണ്ട കാഴ്ചകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 പേജാണ് ഇപ്പൊ മിസ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വായിക്കണം.